വിഷ്ണു, ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാശ്മീർ റീജിയനെ കുറിച്ചാണ്, നമ്മൾ ജമ്മു റീജിയനെ കുറിച്ചാണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. നോക്കൂ, കോൺഗ്രസിന് 41% വോട്ട് ഷെയറാണ് കാശ്മീരിൽ പ്രവചിച്ചിരിക്കുന്നത് എന്നാണ്, കാശ്മീർ റീജിയണിൽ മാത്രം പ്രവചിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ BJPക്ക് ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരും എന്നും പ്രവചനം. 3% വോട്ട് ഷെയർ മാത്രമാണ് കാശ്മീരിൽ BJPക്ക് ഉള്ളത്. ആ സമയം PDP 6 മുതൽ 10 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 6 മുതൽ 10 വരെ സീറ്റുകൾ നേടും എന്നാണ് പറയുന്നത്. അതായത് കാശ്മീർ റീജിയണിൽ കോൺഗ്രസിൻ്റെ വലിയൊരു ആധിപത്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നീലിമ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ കാശ്മീർ താഴ്വരയിൽ കോൺഗ്രസിന് വലിയ ആധിപത്യം പ്രവചിക്കുന്ന സർവേ ഫലങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ തന്നെ BJPക്ക് 1 സീറ്റ് പോലും ലഭിക്കില്ല, അല്ലെങ്കിൽ 1 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ്. കോൺഗ്രസ് പ്ലസ് NC സഖ്യത്തിന് 29 മുതൽ 33 സീറ്റുകൾ വരെ പ്രവചിക്കപ്പെടുന്നുണ്ട്. PDPക്ക് 6 മുതൽ 10 സീറ്റ് വരെയും മറ്റുള്ളവർക്കും 6 മുതൽ 10 സീറ്റ് വരെയുമാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത്. എന്തായാലും കാശ്മീരിലേക്ക് വരുമ്പോൾ ഈ ഒരു താഴ്വരയുടെ കാര്യത്തിൽ വലിയ തലത്തിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള പ്രവചനം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. 41.1% വോട്ട് ഷെയർ ഇത്തരത്തിൽ കോൺഗ്രസിന് പ്രവചിക്കപ്പെടുന്നുണ്ട്. BJPക്ക് 3% മാത്രമാണ് ഒരു വോട്ട് ഷെയർ ഇത്തവണ പ്രവചിച്ചിരിക്കുന്നത്. PDPക്ക് 16.6% വോട്ട് ഷെയറും ഈ ഒരു കാശ്മീർ റീജിയനിൽ പ്രവചിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അതും BJPയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും എന്ന് നമുക്ക് അതായത് പീപ്പിൾസ് പൾസ് ഉൾപ്പെടെയുള്ള സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വലിയ മുന്നേറ്റം ജമ്മു കാശ്മീരിൽ ഈ 2 റീജിയൻ എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് അവിടെ കൽപ്പിക്കപ്പെടുന്നത്. ഈ BJPക്ക് ജമ്മുവിൽ നേരിയൊരു വ്യത്യാസം, നേരിയൊരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും കാശ്മീരിൽ എത്തുമ്പോൾ സ്ഥിതിഗതികൾ മറിച്ചാണ്. അവിടെ വളരെ കൃത്യമായി കോൺഗ്രസിന് വലിയ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? നോക്കൂ, കഴിഞ്ഞ അവിടെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം കേന്ദ്ര സർക്കാർ എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ കൊണ്ടുവന്നത്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അവിടെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു, സംസ്ഥാന പദവി നൽകിയതുമില്ല. അങ്ങനെ അവിടുത്തെ ജനങ്ങളെ വീണ്ടും ആശങ്കയിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് അവിടെ ജമ്മു കാശ്മീരിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ സർവേ ഫലത്തിലും ആഞ്ഞടിച്ചു വരികയാണ്. നീലിമ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാശ്മീരിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കാശ്മീർ റീജിയനിൽ BJPക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്തവണ BJP കാശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ സർക്കാർ ഉണ്ടാക്കുമ്പോൾ PDPയുമായിട്ട് മെഹബൂബ മുഫ്തിയുമായി കൈകോർത്തുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു സർക്കാർ രൂപീകരണത്തിലേക്കൊക്കെ തന്നെ പോയിരുന്നത്. പക്ഷേ ഇത്തവണ BJP കാശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടത്, ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ജമാഅത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് കൂടി BJP അവിടെ സ്വീകരിച്ചിരുന്നു. ജമാഅത്ത് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്ന നിലപാട് BJP പല മേഖലകളിലും സ്വീകരിച്ചിട്ടുണ്ട്. അത് BJP മത്സരിക്കാത്ത സീറ്റുകളിലാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി മത്സരിക്കുന്ന കുൽഗാം മണ്ഡലത്തിലടക്കം അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് BJP ഇത്തവണ മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും BJPയുടെ അത്തരം നിലപാടുകൾക്ക് കൂടി ഒരു തിരിച്ചടി ലഭിക്കുന്നു എന്നതാണ് നമുക്ക് ഈ എക്സിറ്റ് പോൾ സർവേകളിൽ കാണാൻ കഴിയുന്നത്. അതാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാശ്മീർ റീജിയനിൽ BJPക്ക് വലിയ തിരിച്ചടി, ഒരു സീറ്റ് വരെയാണ് കാശ്മീർ റീജിയനിൽ പ്രവചിക്കപ്പെടുന്നത്. അതിൽ തന്നെ കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് 29 മുതൽ 33 സീറ്റ് വരെയാണ് പ്രവചിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അത് 41% വോട്ട് ഷെയർ അവർക്ക് ലഭിക്കുമെന്നുള്ള പ്രവചനമാണ് ഇത്തരത്തിൽ ഇന്ത്യ ടുഡേ നടത്തിയിരിക്കുന്നത്. PDPക്ക് 6 മുതൽ 10 സീറ്റ് വരെയും ലഭിക്കാനുള്ള സാധ്യതയാണ് അവിടെ പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സർവേകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
പീപ്പിൾസ് പ്ലസ് പറയുന്നത് BJP 23 മുതൽ 27 സീറ്റ് വരെയും, കോൺഗ്രസ് പ്ലസ് NC 46 മുതൽ 50 സീറ്റ് വരെയും, PDP 7 മുതൽ 11 സീറ്റ് വരെയും നേടുമെന്നുള്ള പ്രവചനമാണ് പീപ്പിൾസ് പ്ലസ് എന്തായാലും ഇപ്പോൾ പറയുന്നത്. ദൈനിക് ഭാസ്കറിൻ്റെ ഒരു സർവേ നോക്കിക്കഴിഞ്ഞാലും BJPക്ക് വലിയ തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ സീറ്റുകളിൽ വലിയ കുറവുണ്ടാകുന്നു എന്ന് തന്നെയാണ്. കാരണം ദൈനിക് ഭാസ്കറിൻ്റെ എക്സിറ്റ് പോളിൽ ചൂണ്ടിക്കാട്ടുന്നത് BJP 20 മുതൽ 25 സീറ്റ് വരെയും, കോൺഗ്രസ് 35 മുതൽ 40 സീറ്റ് വരെയും, PDP 4 മുതൽ 7 സീറ്റ് വരെയും നേടാനുള്ള ഒരു സാധ്യതയാണ് അത്തരത്തിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഈ ഒരു സർവേകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം നൽകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞതിൽ പീപ്പിൾസ് പ്ലസിലാണ് ഒരു കേവല ഭൂരിപക്ഷം കോൺഗ്രസ് പ്ലസ് NC സഖ്യത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റ് നമ്മൾ നോക്കിയ സർവേകളിൽ അത്തരത്തിലൊരു കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാശ്മീരിൻ്റെ കാര്യത്തിൽ, ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ തൂക്കസഭയ്ക്കുള്ള സാധ്യതകളും അവിടെ പ്രവചിക്കപ്പെടുന്നുണ്ട്. ഇലക്ട്രൽ എഡ്ജിൻ്റെ ഒരു സർവേയിൽ കോൺഗ്രസിന് 33 സീറ്റുകളും BJPക്ക് 27 സീറ്റുമാണ് ഇത്തരത്തിൽ പ്രവചിക്കപ്പെടുന്നത്. സി വോട്ടറിൻ്റെ സർവേയിലാണെങ്കിൽ 27 സീറ്റ് BJPക്ക് പ്രവചിക്കപ്പെടുന്നുണ്ട്. INC പ്ലസിന് 50 സീറ്റുകൾ അവർ പ്രവചിക്കുന്നുണ്ട്. PDPക്ക് 11 സീറ്റുമാണ്. അത്തരത്തിൽ ഒരു സി വോട്ടറിൻ്റെ സർവേയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ നോക്കിയാൽ ചില സർവേകളിൽ കോൺഗ്രസ് NC സഖ്യത്തിന് ഒരു കേവല ഭൂരിപക്ഷം നൽകുന്നുണ്ട്. പക്ഷേ മറ്റ് പല സർവേകളും, കൂടുതൽ സർവേകളും ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം നൽകാത്ത സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൂക്കുസഭയിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ നിൽക്കുന്നു. അത്തരത്തിലൊരു പ്രവചനമാണ് ഇപ്പോൾ കാശ്മീരിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് കാശ്മീരിൽ വലിയ തിരിച്ചടി തന്നെ ഇത്തവണ നേരിടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.